ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഓരോ ആർഗ്യുമെൻറ്റ്സിനെ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഫംഗ്ഷനെ പറ്റി തിയറീസ് പഠിച്ചു, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്? ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇതിൽ തന്നെ എന്താണ് നമ്മൾ നോർമലി 3 ടൈപ്പാണ് പറയുന്നതെങ്കിലും എന്താണ് നമ്മളിന്ന് 5 ടൈപ്പും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് 5 ടൈപ്പ്? ആ ഒരു 5 ടൈപ്പ് ഫങ്ഷണൽ ആർഗ്യുമെൻറ്റ്സും ഞാനൊന്ന് എന്താണ് ആദ്യം പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്. രണ്ടാമത്തേതാണ് കീവേഡ് ആർഗ്യുമെൻറ്റ്സ്. മൂന്നാമത്തേതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്സ്. ഓക്കെ, നാലാമത്തേതാണ് ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്. ദെൻ അഞ്ചാമത്തേതാണ് ആർബിട്രറി കീവേഡ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ആദ്യം എന്താണ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സിനെ പറ്റി പറയാം. ഓക്കെ, പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഇത്രയും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത സെയിം ഇതാണ്. അതായത് ഞാനിപ്പോൾ എന്താണ് ആഡ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താണ് ഞാൻ ഇവിടെ ഇപ്പം ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുമല്ലേ, എ കോമ ബി എന്ന് പറഞ്ഞ് ഞാൻ 2 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പം ഞാനിപ്പം റിട്ടേൺ എ പ്ലസ് ബി. ഓക്കെ, റിട്ടേൺ എ പ്ലസ് ബി. ദെൻ എന്ത് ചെയ്യുന്നു, ആഡ് സം കോൾ ചെയ്യുന്നു. ഓക്കെ, പ്രിന്റ് ആഡ് സം, പ്രിന്റ് വെയിറ്റ്. എന്ത് ചെയ്യുന്നു, 10,20. അതാണല്ലേ. അതായത് ഞാനിപ്പോൾ ഇവിടെ എന്താണ് 10, 20 എന്നുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഞാനിപ്പോൾ 10ഉം 20 കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഫംഗ്ഷന്റെ കൺട്രോൾ ഡെഫിനിഷനിലോട്ട് പോയി. ഈ 10 പോയിട്ട് എയിലും അസൈൻ ആയി, 20 പോയിട്ട് ബിയിലും സ്റ്റോർ ആയി. 10 എയിലും സ്റ്റോർ ആയി, 20 ബിയിലും സ്റ്റോർ ആയി. ഇനി ഞാനിവിടെ എന്താണ് 30 കൊടുക്കുവാണെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്താ സംഭവിച്ചേ? എറർ വന്നു അല്ലേ. സോ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ്, അതായത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫോർമൽ ആർഗ്യുമെന്റ്സും ആക്ച്വൽ ആർഗ്യുമെന്റ്സും എല്ലാം സെയിം ആയിരിക്കണം. അതായത് 10ഉം 20 2 വേരിയബിൾസ് ആണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ 2 വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ അത് ഓർഡർ അനുസരിച്ച്, അതായത് ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ ആയിട്ടുള്ള 10 എയിലോട്ടും 20 ബിയിലോട്ടും പോകും. 10 ബിയിലും 20 എയിലും അല്ല, 10 എയിലോട്ടും 20 ബിയിലോട്ടും പോയിട്ട് സ്റ്റോർ ആവും. ഈ ടൈപ്സ് ആർഗ്യുമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ എന്താണ് ഡിഫോൾട്ട് പറയാം. കീവേഡ് അതിന് ശേഷം പറയാവേ. ഇപ്പം ഞാനിപ്പം പറഞ്ഞല്ലേ എന്താണ് ഇവിടെ ഞാനിപ്പം 30 കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറർ വരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് 2 ഫോർമൽ ആർഗ്യുമെന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് വാല്യൂസ് പാസ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 10ഉം 20ഉം 30ഉം പാസ് ചെയ്തു. സോ നമുക്ക് 2 വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു? എറർ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലേ.
എറർ സംഭവിച്ചെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഇപ്പം ഞാനിവിടെ എന്താണ് ഇവിടെ ഞാനിപ്പം ഇവിടെ മാറി, അതായത് ഇപ്പം 30ക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് കൊടുത്തേ. ഓക്കെ, 3 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. 3 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എത്രയാ, ഞാൻ 1 സെക്കൻഡ്. ഓക്കെ, അതായത് എന്താണ് ഞാനിപ്പോൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പം ഞാൻ 2 വാല്യൂസ് പാസ് ചെയ്തു. പക്ഷെ നമുക്ക് ഡെഫിനിഷനിൽ 3 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് എറർ വരും. ഓക്കെ, റൺ ചെയ്യുമ്പോൾ എറർ വരും. അപ്പം ആ സമയങ്ങളിൽ ഇപ്പം നമ്മൾ ഡീഫോൾട്ടായിട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവുന്നു. അതായത് ഇപ്പം ഞാൻ C=9 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതെന്ന് പറയുന്നത് A+B+C ആണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ 2 വാല്യൂസ് പാസ് ചെയ്തു. ഓക്കെ, 2 വാല്യൂസ് മാത്രമേ ഞാൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സിക്ക് ഇവിടെ എന്താണ് ഡിഫോൾട്ടായിട്ട് എന്താണ് സിക്ക് വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൺ ആവുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? 39 ആണ്. ഒന്നും കൂടെ ഞാനിത് ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്യാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ, അതായത് 39 കിട്ടിയല്ലേ. 39 എന്ന് പറയുന്നത് 10 + 20 + 9. പക്ഷെ ഞാനിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം 2 വാല്യൂസ് മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അതെന്താണ് 10ഉം 20ഉം. സിക്ക് എവിടെ നിന്നാണ് വാല്യൂ വന്നത്? ഞാൻ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ സിക്ക് ഡിഫോൾട്ടായിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്താണ്, ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇനിയില്ല എന്താണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഇപ്പോൾ കൊടുക്കുവാണെന്ന് വിചാരിക്കാം. 30 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തു. ഡിഫോൾട്ടായിട്ട് സിക്ക് വാല്യൂ എന്തുണ്ട്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ 5 കൊടുക്കുവാണെന്ന് വിചാരിച്ചോളാം. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അതായത് എന്താ സംഭവിക്കുക, ഒന്ന് നോക്ക് നിങ്ങൾ ഔട്ട്പുട്ട്. ഓട്ടോ സജഷൻ വരുമ്പം എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് എസ്കേപ്പ് ആയി പോകും. അപ്പം 10 എന്ന് പറയുന്നത് എയിലോട്ടും സ്റ്റോർ ആവും. 20 എന്ന് പറയുന്നത് എവിടോട്ട് സ്റ്റോർ ആവും? 20 ബിയിലോട്ട് സ്റ്റോർ ആയി. അതായത് 60 ആണ് കിട്ടിയേക്കുന്നത്. അതായത് 10 + 20 + 30 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, 10 + 20 + 30 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിക്ക് ഡിഫോൾട്ടായിട്ട് 5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, സിക്ക് ഡിഫോൾട്ടായിട്ട് 9 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പം പുതിയ വാല്യൂസ് കൊടുത്തപ്പോൾ എന്തായി, ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ അവിടുന്ന് ചേഞ്ച് ആയിട്ട് എന്ത് സംഭവിച്ചു, പുതിയ വാല്യൂ അവിടെ അസൈൻ ആയി. എക്ക് 10ഉം ബിക്ക് 20ഉം സിക്ക് 30ഉം ആണ് ഇപ്പോൾ സ്റ്റോർ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്? നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പം ഞാനിവിടെ 9 കൊടുക്കുവാണ്. ഓക്കെ, ഞാനിവിടെ ഒന്നും പാസ് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്യുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? 23, ദാറ്റ് ഈസ് 9 + 5 + 9. അപ്പോൾ ഇവിടെ എന്താണ്, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഞാൻ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫോൾട്ടായിട്ട് ആർഗ്യുമെൻറ്റ്സ്, ഓക്കെ, ഡിഫോൾട്ടായിട്ട് വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ട് ആർഗ്യുമെൻറ്റ്സിന്. സോ ഞാനിനി ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് എന്തായിരിക്കും, അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനി അല്ല ഞാൻ പുതിയ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നോക്കുന്നത്. പിന്നെ ഞാൻ പുതിയ വാല്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പഴയ വാല്യൂസ് അവിടെ നിന്ന് മാറിയിട്ട് എന്ത് സംഭവിക്കും, പുതിയതിലോട്ട് വരും. ഇനി അടുത്തത് എന്താണ്, കീവേഡ് ആർഗ്യുമെൻ്റ് അല്ലേ. കീവേഡ് ആർഗ്യുമെൻറ്റ് പറയുമ്പം ഇപ്പം ഇൻ കേസ് നമ്മളിപ്പോൾ ഒരാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുവാണ്. എന്താ, ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുവാണ്. ഓക്കെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുവാണ്. ഓക്കെ ആണോ? സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അപ്പം എന്താ,
ഞാൻ അതിനകത്ത് വേരിയബിൾസ് കൊടുക്കുവാണ്. നെയിം, ഏജ്, ദെൻ കോഴ്സ്, ദെൻ ആ കൊച്ചിൻ്റെ ID. ഓക്കെ, ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇതൊക്കെ പ്രിൻ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ലോജിക് ഒന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് ഞാനൊരു വേരിയബിളിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രോഗ്രാമിങ്ങിലോട്ട് പോവാം. അപ്പം ലോജിക്കിലോട്ട് പോവാം. ഡെഫ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുത്തേക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? നെയിം കൊടുത്തിട്ടുണ്ട്, ID കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിട്ടുണ്ട്, കോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ഞാനിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെറുതെ എഴുതുവാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ പേര്, ദെൻ ഞാനിപ്പോൾ വാല്യൂസ് പാസ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ വാല്യൂസ് പാസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇവിടെ വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിവിടെ ജോൺ, ജോൺ, ദെൻ ID ഒരു 2001, ദെൻ ഏജ് ഒരു 20, കോഴ്സ് പൈത്തൺ എന്ന് കൊടുത്തേക്കുവാണ്. പൈത്തൺ എന്ന് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഫംഗ്ഷൻ റൺ ആകുമ്പം ജോൺ എന്നുള്ളത് നെയിമിലോട്ട് പോകും. 2001 എന്നുള്ളത് 2001 ആണ് ID എന്നുണ്ടെങ്കിൽ അത് ID-ലോട്ട് പോകും. 20 ഏജിലോട്ട് പോകും. പൈത്തൺ കോഴ്സിലോട്ട് പോകും. ഇതിപ്പോൾ ഞാൻ ഓർഡറിൽ സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകും. അല്ല, ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇങ്ങനാണെന്ന് വിചാരിക്കാം. പൈത്തൺ ദെൻ 25. ഞാൻ എന്നിട്ട് ഈ ഒരു ഫംഗ്ഷനകത്ത് ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ആ കുട്ടിയുടെ ഏജ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാൽക്കുലേഷനും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഏജ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഏജ് ഈക്വൽ ടു ഏജ് പ്ലസ് 5 എന്തെങ്കിലും ഒരു കാൽക്കുലേഷനിൽ ഏജ് വെച്ച് ഞാൻ കാൽക്കുലേഷനും കൂടെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന രീതിയിലാണെങ്കിൽ ഈ ജോൺ എങ്ങോട്ട് പോകും? നെയിമിലോട്ട് പോകും. 2001 എങ്ങോട്ട് പോകും? ID-ലോട്ട് പോകും. പൈത്തൺ എങ്ങോട്ട് പോകും? പൈത്തൺ ഏജിലോട്ട് പോകും. 25 കോഴ്സിലോട്ട് പോകും. അപ്പം എന്താണ്? 1 സെക്കൻഡ്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇപ്പം ജോൺ എന്നുള്ളത് എങ്ങോട്ട് പോകും? ജോൺ എന്നുള്ളത് നെയിമിലോട്ട് പോകും. 2001 എന്നുള്ളത് ID-ലോട്ട് പോകും. പൈത്തൺ എന്നുള്ളത് ഏജിലോട്ട് പോകും. 25 എന്നുള്ളത് കോഴ്സിലോട്ട് പോകും. അപ്പം എന്താണ് അത്? അപ്പം ഞാൻ ആ ഒരു ഏജ് വെച്ച് എനിക്കൊരു കാൽക്കുലേഷനും ചെയ്യാനുണ്ട്. അപ്പോൾ പൈത്തൺ എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്? ഏജിലോട്ട് അല്ലേ? അപ്പം ഏജ് ഈക്വൽ ടു ഏജ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? എറർ വരും.